വീണ്ടും തുറന്നടിച്ച ജി സുധാകരൻ. കായംകുളത്ത് മത്സരിച്ചപ്പോൾ കാലുവാരിയെന്ന ജി സുധാകരൻ. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ട്. UDF-ന് മുൻതൂക്കമുള്ള സീറ്റുകളിലാണ് മത്സരിച്ച് വിജയിച്ചതെല്ലാം. ഇടതുപക്ഷക്കാരുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. കായംകുളത്ത് നടന്ന PA ഹാരിസ് അനുസ്മരണത്തിലാണ് ഈ വിമർശനം. ഒരാളെ ഞാൻ കാലുവാരുന്ന ഒരാള് എല്ലാവരും വാരുന്നതല്ല. അതൊരു കലയും ശാസ്ത്രവുമായി കൊണ്ടു നടക്കുന്ന കുറച്ചാളിവിടെ ഉണ്ട്. അതിപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവും, ഇന്നലെയുണ്ട്. രണ്ട് സ്ഥാനാർത്ഥികളല്ലേ കാലുവാരി. നമ്മുടെ ഏത് സ്ഥാനാർത്ഥി? ഒന്ന് PDP-യുടെ സ്ഥാനാർത്ഥി മുട്ടം നാസർ, പിന്നെ RSS-കാരൻ BJP-കാരൻ വോട്ട് മറിച്ചങ്ങ് കൊടുത്തു. രണ്ടാമത്തെ ഓരോ ദിവസവും കാലുവാരുന്നത് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇതെന്ത് ഏർപ്പാടായത്? നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അതാ ഇടതുപക്ഷം. മനസ്സിലൊന്ന് കരുതുക. പുറകിൽ ഉടുപ്പേണ്ട കടാലങ്ങനെ ഒളിച്ചു പിടിക്കുക, കുത്തുക. ഇതൊന്നും ശരിയല്ല. ഇതൊന്നും ശരിയായ കാര്യമല്ല. ആലപ്പുഴയിൽ ഇന്ന് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഈ കഴിഞ്ഞ ദിവസവും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് പറഞ്ഞ വിഷയത്തെ പോലും അതിന് പോലും വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ആ കാര്യങ്ങളാണ്. KK ചെല്ലപ്പനെതിരെയാണോ ഈ വിമർശനം? അതെ, KK ചെല്ലപ്പന്റെ പേര് അദ്ദേഹം എടുത്തു പറയുന്നുണ്ടെങ്കിൽ പോലും പൊതുവെ അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന പൊതുവായൊരു രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചുള്ളൊരു വിമർശനമാണ് ജി സുധാകരൻ ഉന്നയിക്കുന്നത്. ആര്യ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് അധികം നാളുകളായി സുധാകരൻ ഇത്തരത്തിൽ പരസ്യമായി പല പ്രസ്താവനകളും നടത്താറുണ്ട്. അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകൾ പറയുന്നത് സ്വാഭാവികമായി തന്നെ അദ്ദേഹത്തിന്റെ ഒരു സംസാര ശൈലി നമുക്കെല്ലാം അറിയാവുന്നതാണ്. മന്ത്രിയായിരിക്കുമ്പോൾ പോലും അദ്ദേഹം പല കാര്യങ്ങളും ഇങ്ങനെ വെട്ടിത്തുറന്നു പറയുകയും അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ രീതിയായിട്ടാണ് അതിനെ അദ്ദേഹത്തിനോടൊപ്പമുള്ളവരും പാർട്ടിക്കാരും വിലയിരുത്തുന്നത്. പക്ഷെ നമ്മളൊരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയാൽ കഴിഞ്ഞ CPM-ന്റെ സംസ്ഥാന സമ്മേളന സമയത്ത് സംസ്ഥാന സമിതിയിൽ നിന്ന് ജി സുധാകരനെ ഒഴിവാക്കി. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ഒരു മെമ്പർ മാത്രമാണ്. അദ്ദേഹത്തിന് ഘടകങ്ങളൊന്നും തന്നെയില്ല. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ജി സുധാകരൻ. അദ്ദേഹം പൊതുവെ ഈ പാർട്ടി നേതൃത്വത്തോട് ഒരു അകൽച്ച പാലിക്കുമ്പോഴും അല്ലെങ്കിൽ വിട്ടു നിൽക്കുമ്പോഴും പാർട്ടിയുടെ പരിപാടികളിലൊക്കെ അദ്ദേഹം സജീവമായി പങ്കെടുക്കാറുണ്ട്. പാർട്ടിയുടെ പരിപാടികളിൽ മാത്രമല്ല, LDF-ന്റെ പരിപാടികളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുസ്മരണ സമ്മേളനങ്ങളിൽ സാംസ്കാരിക പരിപാടികളിലൊക്കെ അദ്ദേഹം സജീവമായി ലൈവായി നിൽക്കുകയാണ്. നവകേരള സദസ് ആലപ്പുഴയിൽ വന്നപ്പോൾ പോലും അദ്ദേഹം ആ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അതിനൊരു ന്യായീകരണമുണ്ട്. അദ്ദേഹം അപ്പോൾ ആയുർവേദ ചികിത്സയിലായിരുന്നു എന്ന് അദ്ദേഹം സത്യത്തിൽ ആയുർവേദ ചികിത്സയിലായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ പാർട്ടിയുടെ വലിയൊരു പരിപാടി നടക്കുമ്പോൾ ജില്ലയിലെ തന്നെ ഒരു മുതിർന്ന സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാവെന്ന് മുതിർന്ന നേതാക്കൾ ഒരാളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആളാണ് ജി സുധാകരൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ഈ കായംകുളവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ നേതൃത്വത്തിനോടൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ ഒരു മാനസികമായ അകൽച്ചയിൽ നിന്ന് വരുന്നതായിരിക്കാം ഈ വാക്കുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. ഇപ്പോൾ കായംകുളത്തെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ കേട്ടതാണ്. അവിടുത്തെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹം ഇന്നലെ വൈകുന്നേരം പങ്കെടുത്തതാണ്. സ്ഥലം MLA ക്ഷണം ഉണ്ടായിരുന്നെങ്കിലും പ്രതിഭ അവിടെ പങ്കെടുത്തില്ല. അദ്ദേഹം ആ വേദിയിൽ വെച്ചാണ് കായംകുളത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ ഉണ്ടായ ദുരനുഭവം പറയുന്നത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ കാലുവാരാനുള്ള ശ്രമം നടന്നെങ്കിൽ അദ്ദേഹം തച്ചടി പ്രഭാകരനോട് വിജയിക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ അമ്പലപ്പുഴയിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വന്നത്. ഇന്ന് മാത്രവുമല്ല, കായംകുളമാണെങ്കിലും അമ്പലപ്പുഴയാണെങ്കിലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് UDF-ന് മേൽക്കൈയുള്ള സീറ്റുകളിലാണ് ഈ മത്സരിച്ച് വിജയിച്ചതെല്ലാം. പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു സീറ്റ്, ഷുവറായിട്ടുള്ള സീറ്റുകൾ, മാവേലിക്കര ഉൾപ്പെടെയുള്ള സീറ്റുകൾ വേണമെങ്കിൽ അന്ന് അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചാണ്. പക്ഷേ മാരാരിക്കുളമോ മാവേലിക്കരയോ ഒക്കെ വേണമെങ്കിൽ പാർട്ടി നേതൃത്വം CPM-ന് LDF-ന് മുൻതൂക്കമുള്ള സീറ്റിൽ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് പോലും UDF-ന് മുൻതൂക്കമുള്ള സീറ്റുകളിലാണ് അദ്ദേഹം മത്സരിച്ചത്. എന്തായാലും കഴിഞ്ഞ തവണ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകളോട് ജില്ലാ നേതൃത്വം പ്രതികരിച്ചില്ല. അത് പാർട്ടിയുടെ, അതായത് കൂടുതൽ ആളുകളെ, ബഹുജനങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കുക എന്നുള്ളത് CPM-ന്റെ തന്നെ നയപരമായ തീരുമാനമാണ്. അതിനാണ് പാർട്ടി ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ജി സുധാകരന്റെ വിമർശനത്തെ അല്ലെങ്കിൽ തുറന്നു പറച്ചിലിനെ ആ അർത്ഥത്തിൽ കണ്ടാൽ മതി എന്നുള്ളൊരു സമീപനമാണ് CPM-ന്റെ ജില്ലാ നേതൃത്വവും സ്വീകരിച്ചു പോരുന്നത്. ശരി.